നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മദ്യാസക്തിയും അതിനുള്ള ചികിത്സയുമാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ ബി നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഈ മദ്യാസക്തിയെക്കുറിച്ച് ഇപ്പോൾ അറിയാം, മദ്യപാനത്തിനെക്കുറിച്ചും മദ്യാസക്തിയെക്കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മോടൊപ്പം. ഈ മദ്യാസക്തി എത്രത്തോളം ഉണ്ട് നമ്മുടെ കേരള ജനതയിൽ? അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയല്ലേ? മദ്യം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു മുതിർന്ന ജനവിഭാഗത്തെ മൊത്തം എടുത്താൽ ഒരു 30% പേര്, ഈ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന മൊത്തം ജനസമൂഹം വല്ലപ്പോഴുമെങ്കിലുമൊക്കെ മദ്യം കുടിക്കുന്ന ആളുകളാണ്. നമ്മളവരെ സോഷ്യൽ ഡ്രിങ്കേഴ്സ്, സാമൂഹ്യ മദ്യപാനികൾ എന്ന് പറയും. അവർക്ക് മദ്യത്തെ കൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടാകാറുമില്ല. അവരുടെ ജീവിതത്തിൽ, ആരോഗ്യത്തിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ തൊഴിലിലോ ഒന്നും മദ്യം മൂലം പ്രശ്നങ്ങളുണ്ടാവാറില്ല. എന്നാൽ ഒരു ചെറിയ ശതമാനം ആളുകൾ, അത് ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 15-നും 65-നും ഇടയ്ക്കുള്ള ആൾക്കാരിൽ ഒരു 15% ആളുകൾക്ക് മദ്യത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ശാരീരികമോ മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇത്തരം വ്യക്തികളെയാണ് നമ്മൾ പ്രോബ്ലം ഡ്രിങ്കേഴ്സ് അല്ലെങ്കിൽ പ്രശ്നക്കാരായ മദ്യപാനികൾ എന്ന് പറയുന്നത്. ഈ പ്രശ്നക്കാരായ മദ്യപാനികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒരു വിഭാഗം മദ്യം ഉപയോഗിച്ചത് മൂലം ഇതിനു മുൻപ് തന്നെ ശാരീരികമോ മാനസികമോ ആയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ്. ഉദാഹരണത്തിന്, മദ്യം ഉപയോഗിച്ചത് മൂലം കരളിന് സിറോസിസ് ബാധിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചതിനെ തുടർന്ന് ചിത്തഭ്രമ ലക്ഷണങ്ങൾ, മദ്യജന്യ ചിത്തഭ്രമം എന്ന മാനസിക പ്രശ്നം വന്ന വ്യക്തി. അപ്പോൾ ഇത്തരത്തിൽ മദ്യ ഉപയോഗത്തെ തുടർന്ന് ശാരീരികമോ മാനസികമോ ആയ രോഗം വന്ന ഒരു വ്യക്തി പിന്നീട് ചെറിയ അളവിൽ മദ്യപിച്ചാൽ പോലും അതിനെ നമ്മൾ അപകടകരമായ മദ്യപാനം അല്ലെങ്കിൽ ഹാംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയും. അപ്പോൾ സിറോസിസ് വന്നൊരു വ്യക്തി 60 ml കുടിച്ചാൽ പോലും അത് അദ്ദേഹത്തിന് ആപൽക്കരമാണ്. മദ്യം ഉപയോഗിച്ചത് മൂലം ചിത്തഭ്രമം വന്നൊരു വ്യക്തി 60 ml കുടിച്ചാൽ പോലും അദ്ദേഹത്തിന് വീണ്ടും മാനസിക രോഗം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ അപകടകരമായ മദ്യപാനം അല്ലെങ്കിൽ ഹാംഫുൾ യൂസ് എന്ന് പറയുന്നത്. പക്ഷേ അതിലും കൂടുതലായിട്ട് കാണുന്ന രണ്ടാമത്തെ വിഭാഗമാണ് മദ്യത്തിന് അടിമപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ആൽക്കഹോൾ ഡിപ്പെൻഡൻറ്റ് പേഴ്സൺസ് എന്ന് പറയും. ഒരു വ്യക്തി മദ്യത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ചില ലക്ഷണങ്ങൾ നോക്കിയാൽ സാധിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ആ വ്യക്തിയുടെ മദ്യപാനത്തിൻ്റെ ഒരു രീതി പരിശോധിച്ചിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന 6 ലക്ഷണങ്ങൾ, ആ 6 ലക്ഷണങ്ങൾ ഏതെങ്കിലും 3 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് ഏകദേശം നമുക്ക് അനുമാനിക്കാം. ആദ്യത്തെ ലക്ഷണം, സദാസമയം മദ്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും മദ്യപിക്കണമെന്നുള്ളൊരാഗ്രഹം. രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ ഇന്ന് വൈകിട്ട് മദ്യപിക്കാമല്ലോ എന്നുള്ള ശുഭപ്രതീക്ഷയുടെ പേരിലാണ്. ഓഫീസിൽ പോകുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം വൈകുന്നേരത്തെ മദ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ സമയം മദ്യം ഉപയോഗിക്കണമെന്ന തീവ്രമായ ആസക്തിയാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, ഈ മദ്യത്തിൻ്റെ അളവോ അത് ഉപയോഗിക്കുന്ന സമയമോ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. 60 ml കുടിച്ചിട്ട് നിർത്തിക്കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങും, പക്ഷേ നിയന്ത്രണം വിട്ടുപോയി ഒരു ഫുൾ ബോട്ടിൽ കുടിച്ചിട്ട് ബോധം കെട്ട് വീഴുന്ന അവസ്ഥ. അരമണിക്കൂർ സമയത്തിനുള്ളിൽ മദ്യപാനം അവസാനിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങും, ഉപയോഗിച്ച് മണിക്കൂറുകളോളം കഴിഞ്ഞ് ഒടുവിൽ ബോധം കെട്ട് വീഴുന്ന അവസ്ഥ. അപ്പോൾ മദ്യോപയോഗത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അത് ഉപയോഗിക്കുന്ന സമയവും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ നിയന്ത്രണമില്ലായ്മയാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം, ക്രമേണ ഈ മദ്യത്തിൻ്റെ ഉപയോഗത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു. ആദ്യത്തെ ഒരു മാസം വൈകുന്നേരം 60 ml കുടിച്ചാൽ സന്തുഷ്ടനായി നന്നായിട്ട് കിടന്നുറങ്ങുന്ന വ്യക്തി ഒരു മാസം കഴിയുന്നതോടുകൂടി 60 ml കുടിക്കുമ്പോൾ യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല, അദ്ദേഹത്തിന് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. അളവ് 120 ml ആയിട്ട് കൂടുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്ന അവസ്ഥയാണ് ഒരു മദ്യ അടിമത്വത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷണം. ഇത് നമ്മൾ ടോളറൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ക്രമേണ മദ്യപാനത്തിൻ്റെ അളവ് കൂടി വരിക. നാലാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, ഏറ്റവും സങ്കീർണമായ ലക്ഷണം, ഈ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മദ്യം കിട്ടാതെ വരുമ്പോൾ ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അദ്ദേഹം പ്രദർശിപ്പിക്കും. വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. മിക്കവാറും നമ്മുടെ സമൂഹത്തിൽ വൈകുന്നേരം മദ്യപിക്കുന്നവരാണ് കൂടുതൽ. അവർക്ക് ഒരു വൈകുന്നേരം എന്തെങ്കിലും കാരണവശാൽ മദ്യം കിട്ടാതെ വന്നാൽ അന്ന് രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ എഴുന്നേൽക്കുന്നതോടുകൂടി ചെറിയ തോതിലുള്ള വിറയൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട അവസ്ഥ. ചെറിയൊരു ശതമാനം ആളുകളിലെങ്കിലും ഈ വിറയൽ കൂടിക്കൂടി അപസ്മാരമായി മാറാറുണ്ട്. അപസ്മാരം എന്ന് പറയുമ്പോൾ കയ്യും കാലുമൊക്കെ ഇങ്ങനെ വെട്ടി വേർക്കുന്ന രീതിയിലുള്ള ഒരു ചലനം, വായിലൂടെ നുരയും പതയൊക്കെ വന്ന് ബോധം കെട്ട് വീഴു പോകുന്ന ഒരവസ്ഥ.
ഇനി ചില വ്യക്തികൾക്ക് പെട്ടെന്ന് മദ്യം നിർത്തി കഴിയുമ്പോൾ അടുത്തൊരു 72 മണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലകാല ബോധമില്ലായ്മ വരും. ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, സ്ഥലം തിരിച്ചറിയാൻ പറ്റുന്നില്ല, സമയം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതോടൊപ്പം കഠിനമായ വിറയലും. പലപ്പോഴും രാത്രിയിലൊക്കെ ആശുപത്രിയിൽ കിടത്തിയിരിക്കുകയാണെങ്കിൽ പോലും അടുത്ത ബെഡിലൊക്കെ ചെന്ന് ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ പിറക്കി നോക്കുക, കട്ടിലിൻ്റെ താഴോട്ട് നോക്കുക, മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക. ചിലപ്പോഴെങ്കിലും ഈ വലിയ കെട്ടിടങ്ങളുടെ മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ ഈ സ്ഥലകാല ബോധമില്ലായ്മ മൂലം ചില വ്യക്തികൾ എടുത്ത് ചാടിയിട്ടുണ്ട്. ചില ആശുപത്രികളിൽ അഡ്മിറ്റായി ചികിത്സയിലിരുന്ന, മദ്യത്തിൻ്റെ തകരാറിനല്ല മറ്റു ചില രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സയിലിരുന്ന സ്ഥിരം മദ്യപാനികളായ ചില വ്യക്തികൾ ആ ആശുപത്രിയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എവിടെയാണ് കിടക്കുന്നതെന്ന് ഓർമ്മയില്ലാത്ത ഒരു സ്ഥലകാല ബോധമില്ലായ്മ വരുമ്പോൾ ചിലപ്പോൾ അപകടകരമായ പെരുമാറ്റങ്ങൾ, ആത്മഹത്യാശ്രമങ്ങൾ, അപകടങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. അടിമത്തത്തിൻ്റെ അഞ്ചാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ലാതെ മദ്യപാനം എന്ന സംഗതിയിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥ. സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാനോ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനോ കായിക വ്യായാമങ്ങൾ ചെയ്യാനോ യാത്ര ചെയ്യാനോ ഒന്നിനും താല്പര്യമില്ല. സദാസമയം മദ്യം മാത്രം. മനസ്സിന് വിഷമം തോന്നിയാൽ മദ്യപിക്കും, സന്തോഷം തോന്നിയാൽ മദ്യപിക്കും, ആഘോഷിക്കണമെങ്കിൽ മദ്യപിക്കും, പരാജയം വന്നാൽ മദ്യപിക്കും. ജീവിതത്തിൽ മദ്യം പരമപ്രധാനമായി മാറുന്നു. മറ്റെല്ലാ ആഹ്ലാദ അനുഭൂതികളും അപ്രസക്തമാകുന്ന ഒരവസ്ഥയാണ്. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ പല മദ്യപാനികളും ഇത് അപകടകരമാണെന്ന് നിങ്ങൾക്കറിയില്ലേ, ഇത് ഉപയോഗിച്ചാൽ കരൾ ദ്രവിച്ചു പോകും, മാനസിക രോഗം വരും, ഇതൊക്കെ നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്കറിയാം മദ്യപാനം അപകടകരമാണെന്ന്, എന്നിട്ടും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇത് അപകടകരമാണെന്ന് അറിഞ്ഞിട്ടും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആറാമത്തെ ലക്ഷണം. ഇത്തരത്തിൽ 6 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി മദ്യത്തിന് അടിമയാണെന്ന് പറയാം. നമ്മുടെ മുതിർന്ന വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ, പുരുഷന്മാരെ പ്രത്യേകിച്ച് ഒരു 15% ആളുകൾ ഇത്തരത്തിൽ മദ്യത്തിന് അടിമകളായ അവസ്ഥയിലാണെന്ന് നമുക്ക് ഏകദേശം ഒരു കണക്ക് പറയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പണ്ട് നാളിൽ നമുക്ക് കുട്ടികളുടെ കയ്യിൽ മദ്യം എത്തിപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് ഇപ്പോൾ +2 തലത്തിലുള്ള വിദ്യാർത്ഥികളടക്കം മദ്യപിക്കുന്ന ഒരു ശീലം പലപ്പോഴും അവിടുത്തെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ പറയാറുണ്ട്. കാരണം ഇതൊരു +2 അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികളുടെ ഒരു ടൂർ പ്രോഗ്രാമിന് പോകുമ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഇരുന്ന് മദ്യപിക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പല സ്കൂളുകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ, അതായത് ടീനേജേഴ്സിലുണ്ടാകുന്ന മദ്യപാനം, അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? പേരൻസ് പലപ്പോഴും ഇത് അറിയാറില്ല എന്നുള്ളതായിരിക്കും സത്യം. അവരുടെ കയ്യിൽ നമുക്കറിയാം, നിയമം മൂലം ആ ഒരു ടീനേജ് പ്രായത്തിൽ മദ്യം എത്തുക എന്ന് പറയുന്നത് ഒരു അങ്ങനെ സാധിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ്, യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവമായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ കയ്യിൽ എങ്ങനെ ഈ മദ്യം എത്തപ്പെടും? അവരുടെ എങ്ങനെയാണ് ആ ഒരു ഏജിൽ നമ്മൾ എങ്ങനെയാണ് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ശരാശരി ഒരു 12നും 13നും ഇടയ്ക്ക് മദ്യപാന ശീലം ആരംഭിക്കുന്നു കേരളത്തിൽ. പിൽക്കാലത്ത് മദ്യത്തിന് അടിമപ്പെട്ട പലരുടെയും ആരംഭം ഏതാണ്ട് 13 വയസ്സിന് മുൻപുള്ള പ്രായത്തിലാണ്. പല കാരണങ്ങൾ കൊണ്ട് ഈ കൗമാരപ്രായക്കാർ മദ്യത്തിലേക്ക് പോകാറുണ്ട്. ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ഈ മുതിർന്ന വ്യക്തികളെ അനുകരിക്കാനുള്ളൊരു പ്രവണതയാണ്. വീട്ടിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അത് അച്ഛനാകാം, അമ്മാവനാകാം, മുത്തച്ഛനാകാം, ആര് വേണേലും ആകാം. അപ്പോൾ സ്ഥിരമായി വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന ഒരു മുതിർന്ന വ്യക്തിയെ കണ്ട് വളരുന്നൊരു കുട്ടിക്ക് തനിക്കും ഇത് ചെയ്യാം, കുറച്ച് പൊക്കമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് എനിക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് എന്നൊരു തോന്നൽ വരുന്നു. സ്വാഭാവികമായിട്ടും അതിലേക്ക് വരുന്നു. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മദ്യത്തിലേക്ക് പോകുന്ന കൗമാരപ്രായക്കാരാണ്. ഇപ്പോൾ സ്കൂളിലും മറ്റും വളരെ സജീവമായി നിൽക്കുന്ന വളരെ ഊർജ്ജസ്വലരായ കുട്ടികളുടെ ഒരു ഗ്യാങ്, ഒരു ഗ്രൂപ്പ് കാണും. അപ്പോൾ ആ ഗ്യാങ്ങിൽ അംഗത്വം നേടണമെന്ന് മിക്കവാറും കുട്ടികൾക്കൊക്കെ ആഗ്രഹം കാണും. പക്ഷേ ആ ഗ്യാങ്ങിൽ അംഗത്വം നേടണമെങ്കിൽ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ടൊരു പരീക്ഷണമായിരിക്കും മദ്യം ഉപയോഗിച്ച് പുരുഷത്വം തെളിയിക്കണം, എങ്കിലേ ആ ഗ്യാങ്ങിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ നീ ഞങ്ങളുടെ സുഹൃത്താണ് എന്നുണ്ടെങ്കിൽ നീ മദ്യപിക്കണം, ഇല്ലെങ്കിൽ നീ ഞങ്ങളോട് മിണ്ടണ്ട. ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ സമപ്രായക്കാരിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ചില കുട്ടികൾ വരുന്നു. അപ്പോൾ ഈ സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മറ്റൊരു ശതമാനം കുട്ടികൾ ഈ മദ്യപാന ശീലത്തിലേക്ക് വരുന്നത്. ഇനി ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് ഇതൊന്നുമില്ല. വീട്ടിൽ മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല,
കൂട്ടുകാരുടെ നിർബന്ധവും ഉണ്ടാകില്ല. പക്ഷേ എന്താണ് ഈ മദ്യം എന്ന് അറിയാനുള്ള ഒരു താല്പര്യം, ഒരു ക്യൂരിയോസിറ്റി ഇവർക്കുണ്ടാവും. ഇവർക്ക് പൊതുവേ പരീക്ഷണ സ്വഭാവം കുറച്ച് കൂടുതലായിരിക്കും. എന്ത് കാര്യത്തെക്കുറിച്ചും അറിയണം, അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം, അത്തരത്തിൽ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ മദ്യം കുടിച്ചാൽ എന്താ സംഭവിക്കുക എന്നൊന്ന് മനസ്സിലാക്കണം, ഒന്ന് അനുഭവിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷണ അടിസ്ഥാനത്തിൽ അങ്ങനെ മദ്യം കുടിച്ചു തുടങ്ങി പിന്നെ പതിയെ മദ്യത്തിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ളവരുണ്ട്. ഇനി നമ്മൾ ഈ കൗമാരപ്രായത്തിൽ തന്നെ മദ്യാസക്തി നോക്കിക്കഴിഞ്ഞാൽ, ഒരു കൗമാരത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഒരു 17, 18, 19 വയസ്സിലൊക്കെ മദ്യാസക്തി ബാധിക്കുന്ന അവസ്ഥയിലുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വർഷങ്ങളോളം അവർ കുടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ കൗമാരപ്രായക്കാരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 3 തരത്തിലുള്ള മദ്യാസക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒന്നാമത്തേത്, ഈ മദ്യം ഉപയോഗിക്കുമ്പോൾ ചില ആഹ്ലാദ അനുഭൂതികൾ അവർക്ക് കിട്ടുന്നു. പ്രധാനമായിട്ട് അവർ പറയുന്ന കാര്യം, മദ്യം ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ആത്മവിശ്വാസം കിട്ടുന്നു, നല്ല സന്തോഷം കിട്ടുന്നു, പൊതുവെ പുറത്ത് പറയാറില്ലെങ്കിൽ പോലും ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നു. അപ്പോൾ ഈ ആഹ്ലാദ അനുഭൂതികൾ വരുമ്പോൾ വീണ്ടും വീണ്ടും ആഹ്ലാദ അനുഭൂതികൾ വരാൻ വേണ്ടി മദ്യപിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ ഒരു വിഭാഗം പൊതുവെ ഉത്കണ്ഠാകുലരാണ്. ചെറിയ കാര്യത്തിന് വിഷമം വരും, ടെൻഷൻ വരും, ഉറക്കം കുറയും, വെപ്രാളം വരും. അവർ മദ്യത്തെ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ടെൻഷനൊക്കെ ഒന്ന് മാറുന്നു, നന്നായി ഉറങ്ങാൻ പറ്റുന്നു, അവരുടെ ഉത്കണ്ഠ കുറയുന്നു, വിഷമം കുറയുന്നു. താൽക്കാലികമായിട്ടാണ്. മദ്യം കഴിച്ചാൽ ഉത്കണ്ഠയും സങ്കടമൊന്നും അധിക നേരം കുറയില്ല, അന്നൊരു ദിവസം കുറഞ്ഞു ഇരിക്കും, പക്ഷേ പിറ്റേന്ന് ഇരട്ടിയായിട്ട് ഇത് കൂടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരട്ടിയായിട്ട് ഉത്കണ്ഠയും വിഷമവും കൂടുമ്പോൾ വീണ്ടും മദ്യപിച്ച് അതിനെ കുറയ്ക്കാൻ ശ്രമിച്ച് അങ്ങനെയാണ് അവർ മദ്യത്തിന് അടിമകളാകുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗമാണെങ്കിൽ അവർക്ക് മദ്യപിച്ചുകൊണ്ട് എന്തെങ്കിലും സന്തോഷവും കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ആശ്വാസങ്ങളും കിട്ടുന്നില്ല. അവരെന്തിനാ മദ്യപിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ കൂട്ടുകാർ മദ്യപിക്കുന്നു, അവരെന്നോട് മദ്യപിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനും മദ്യപിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഈ 3 തരത്തിലുള്ള മദ്യാസക്തിയും 3 രീതിയിൽ വേണം നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ടുള്ളത്. എല്ലാവരെയും ഒരേ രീതിയിൽ ചികിത്സിച്ചാൽ അത് വിജയം കാണണമെന്നില്ല എന്നുള്ളതാണ് സത്യം. ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യാസക്തിയും അതിൻ്റെ ചികിത്സയുമാണ്. ഡോക്ടർ അരുൺ ബി നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു പനിക്കാലമാണ്. ഡെങ്കിപ്പനി വളരെയധികം ആൾക്കാരെ ബാധിച്ചിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ മദ്യാസക്തി അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ട ആൾക്കാരിൽ ഇത്തരം ഡെങ്കിപ്പനി പോലെയുള്ള വൈറൽ ഇൻഫെക്ഷനോ ഡെങ്കിപ്പനിയോ ലെപ്റ്റോസ്പൈറോസിസോ അങ്ങനെ പലതരം പനികൾ ഏതു തന്നെ ആയിക്കോട്ടെ അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? ഇത്തരം ആൾക്കാരിൽ വളരെയധികം ഡെങ്കിപ്പനി ആയിരുന്നാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി വരികയാണെങ്കിൽ അതിനകത്ത് ലിവർ എൻസൈംസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുമെന്നുള്ളതുപോലെ തന്നെ ഈ മദ്യത്തിന് അടിമപ്പെട്ടുള്ള ഒരാൾക്ക് ഈ ഡെങ്കിപ്പനി വരികയാണെങ്കിൽ ഈ ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനിലേക്ക് പോലും അത് എത്തിച്ചേരുമോ? ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് 2 വശമുണ്ട്. രണ്ടിനും രണ്ടായിട്ട് തന്നെ ഉത്തരം പറയാം. ഒന്ന്, ഈ മദ്യാസക്തരായിട്ടുള്ള മദ്യത്തിന് അടിമപ്പെട്ട വ്യക്തികൾക്ക് ഡെങ്കിപ്പനി പോലത്തെ ഇത്തരം പകർച്ചവ്യാധികൾ വരാൻ സാധ്യത കൂടുതലുണ്ടോ എന്നുള്ളതാണ്. വളരെ പ്രസക്തമായൊരു വിഷയമാണത്. ഈ സ്ഥിരം മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ മദ്യപാനം മാത്രമല്ല, അതോടൊപ്പം അശാസ്ത്രീയമായ ഭക്ഷണക്രമം, പുകവലിശീലം, ഉറക്കം കൃത്യമായിട്ട് കിട്ടാതെ വരിക, ഇത്തരത്തിലുള്ള ഒരുപാട് അനാരോഗ്യകരമായ പ്രവണതകൾ അതിനോടൊപ്പം കാണും. വ്യായാമവും കുറവായിരിക്കും. അപ്പോൾ ശാരീരിക ക്ഷമത വളരെ കുറവുള്ള ഒരു അവസ്ഥയായിരിക്കും മദ്യത്തിന് അടിമപ്പെട്ട പലരുടെയും ഒരു സ്ഥിതി. അപ്പോൾ ഈ ഒരു അവസ്ഥയുള്ള വ്യക്തിക്ക് സ്വതവേ രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും. രോഗപ്രതിരോധ ശക്തി കുറവുള്ള വ്യക്തികൾക്ക് ഡെങ്കി അടക്കമുള്ള എല്ലാ പകർച്ചപ്പനികളും വേഗത്തിൽ ബാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്ഥിരം മദ്യത്തിന് അടിമപ്പെട്ട വ്യക്തിക്ക് ഡെങ്കിപ്പനി അടക്കം എല്ലാത്തരം പനികളും മറ്റുള്ളവരെ അപേക്ഷിച്ച് വേഗത്തിൽ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ മദ്യാസക്തനായൊരു വ്യക്തിക്ക് ഡെങ്കിപ്പനിയോ മറ്റ് പകർച്ചപ്പനികളോ വന്നാൽ അവരുടെ അവസ്ഥ കുറച്ചുകൂടെ സങ്കീർണമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതും വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഡെങ്കിപ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ എലിപ്പനി അങ്ങനത്തെ പനികളൊക്കെ ഒരു മദ്യാസക്തനെ ബാധിച്ചാൽ അത് കുറച്ചുകൂടെ വേഗത്തിൽ സങ്കീർണതകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, മദ്യത്തിന് അടിമപ്പെട്ടൊരു വ്യക്തിക്ക് കരളിൻ്റെ പ്രവർത്തനം തകരാറിലായിരിക്കും. ഈ ലിവർ എൻസൈംസ് എന്നൊക്കെ പറഞ്ഞ കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ അളവ് സാധാരണ വേണ്ടതിലും കൂടുതലായിരിക്കും. ഇപ്പം 40 വരെയാണ് അതിൻ്റെ ഒരു നോർമൽ ലെവലെങ്കിൽ മദ്യത്തിന് സ്ഥിരമായി അടിമപ്പെട്ട പലരിലും അത് 3 ഇരട്ടിയിൽ കൂടുതൽ 120 മുകളിലേക്കുള്ള അവസ്ഥയിലായിരിക്കും. അപ്പോൾ ലിവർ, കരളിൻ്റെ പ്രവർത്തനം സ്വതവേ തന്നെ ഈ മദ്യം ഉപയോഗം മൂലം തകർന്നിരിക്കുന്നൊരു വ്യക്തിക്ക് ഈ പനിയും കൂടെ ബാധിക്കുന്നതോടെ കൂടുതൽ അയാളുടെ ആരോഗ്യം തകരാറിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, പനി കുറയ്ക്കാൻ വേണ്ടി പാരസെറ്റമോൾ അത്തരത്തിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകൾ കരളിലൂടെയാണ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതും അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം.
ശേഷം. അപ്പോൾ കരൾ തകരാറായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പാരസെറ്റമോളോ മറ്റെന്തെങ്കിലും മരുന്നുകളോ കൊടുത്താൽ അത് സ്വാഭാവികമായിട്ടും അയാളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കും. കാരണം കരളിനത് കൂടുതൽ സ്ട്രെയിനും കരൾ രോഗം കുറച്ചുകൂടെ കൂടാനും സാധ്യതയുണ്ട്. ഇനി ചില ഇനം പനികൾ കരളിനെയും ബാധിക്കും. ഉദാഹരണത്തിന് എലിപ്പനിയുടെ പ്രത്യേകത അത് കിഡ്നിയെയും കരളിനെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് ആ പനി തന്നെ. അപ്പോൾ ഓൾറെഡി കരൾ തകരാറായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കരളിൻ്റെ അവസ്ഥ വളരെ മൂർധന്യാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മദ്യപാനിയായ ഒരു വ്യക്തിക്ക് എലിപ്പനി പിടിപെട്ടാൽ വളരെ പെട്ടെന്ന് അദ്ദേഹം സങ്കീർണതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശമുണ്ട്. ഇപ്പം സ്ഥിരം മദ്യപിക്കുന്ന ഒരാൾ പനിക്ക് വേണ്ടി ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. പക്ഷേ കഴിഞ്ഞ 20 കൊല്ലമായി സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ്. ആശുപത്രി കിടക്കുന്ന സമയത്ത് നിർഭാഗ്യവശാൽ മദ്യം കിട്ടാൻ നിവർത്തിയില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് മദ്യപിക്കാതിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ മദ്യം ലഭിക്കാതെ വരുമ്പോഴുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഇദ്ദേഹം പ്രദർശിപ്പിച്ചു തുടങ്ങും. ഉറക്കം കുറയും. ഉറക്കമില്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ട്, മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നൊരവസ്ഥ വാർഡിൽ. പിറ്റേന്ന് രാവിലെ വിറയ്ക്കാൻ തുടങ്ങും. ചിലപ്പോൾ അപസ്മാരം വരും, ചിലപ്പോൾ സ്ഥലകാല ബോധമില്ലായ്മ വരും. വാർഡിൽ ഡ്രിപ്പ് ഇട്ട് കിടക്കുന്ന സമയത്ത് തന്നെ ഡ്രിപ്പെല്ലാം വലിച്ച് പറിച്ച് കളഞ്ഞ് അദ്ദേഹം ഓടി പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ, ഈ ഡെലീരിയം ട്രമൻസ് എന്ന് പറയും, കഠിനമായ വിറയലും അതോടൊപ്പം സ്ഥലകാല ബോധമില്ലായ്മയും, അത് മദ്യോപയോഗത്തിൻ്റെ ഒരു പിൻവാങ്ങൽ ലക്ഷണമാണ്. അപ്പോൾ ആ പിൻവാങ്ങൽ ലക്ഷണവും പനിയും കൂടി ഒരുമിച്ച് വന്നാൽ ആ വ്യക്തിയുടെ ശാരീരിക ആരോഗ്യം വളരെ വഷളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ഥിരം മദ്യം ഉപയോഗിക്കുന്ന മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ഏത് പനി വന്നാലും ആ പനി വളരെ പെട്ടെന്ന് വഷളാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യാസക്തിയും അതിനുള്ള ചികിത്സയുമാണ്. ഡോക്ടർ അരുൺ ബി നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഈ മദ്യാസക്തിയുടെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അവരുടെ പേരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ള വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ ഒക്കെ ആയിരിക്കും ഇദ്ദേഹത്തെ പതുക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് മുൻകൈയിലേക്ക് നിൽക്കുന്നത്. പലപ്പോഴും ഇത്തരം ആൾക്കാരെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, പലപ്പോഴും മദ്യാസക്തിയുള്ള ആൾക്കാർക്ക്, പലപ്പോഴും മദ്യത്തിന് അടിമയായിട്ടുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ട്രീറ്റ്മെൻറ്റ് കോഴ്സിലേക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരാണ് ഒരു വലിയ സമൂഹം എന്ന് പറയുന്നത്. നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ഇത്തരം മദ്യാസക്തിയിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സ തന്നെ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ലഭ്യമുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ മദ്യാസക്തി പരിഹരിക്കാനായിട്ട് ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മദ്യാസക്തിയുടെ ചികിത്സയെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ആദ്യഘട്ടം ഈ പൊടുന്നനെ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക, അതോടൊപ്പം പെട്ടെന്നുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ സ്ഥിരം മദ്യത്തിന് അടിമപ്പെട്ടൊരു വ്യക്തി സ്വന്തമായിട്ട് മദ്യം തന്നെ അങ്ങ് നിർത്താൻ ശ്രമിക്കും. അദ്ദേഹത്തിന് കഠിനമായ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരും, സ്ഥലകാലബോധമില്ലായ്മ വരും. സ്വാഭാവികമായിട്ടും ബന്ധുക്കൾ പരിഭ്രമിക്കും. മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ആൾ മദ്യം നിർത്തിയപ്പോൾ മാനസിക രോഗിയായി മാറി. ഇങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രമേ ഈ സ്ഥിരം മദ്യത്തിന് അടിമപ്പെട്ട ഒരാൾ മദ്യം നിർത്താവൂ. ചികിത്സയിലൂടെ മാത്രമേ മദ്യം നിർത്താവൂ. ഏതെങ്കിലും ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ നമ്മൾ പോയി കാണുക എന്നുള്ളതാണ് അതിന് ആദ്യത്തെ പടി. ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക. അപ്പോൾ സൈക്യാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മദ്യപാനം നിർത്താം. അപ്പോൾ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ആദ്യത്തെ ഒരു 7 ദിവസം വരെ ഡോക്ടർ കൊടുക്കുന്നത്. അപ്പോൾ പൊടുന്നനെ ഉണ്ടാകുന്ന ഉറക്കക്കുറവ്, വിറയൽ, സ്ഥലകാല ബോധമില്ലായ്മ, ഉത്കണ്ഠ, ഇത്തരം പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഫലപ്രദമായി ചികിത്സിക്കാനുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കഴിച്ചുകൊണ്ട് മദ്യപാനം നിർത്തിയാൽ ഇത്തരം പിൻവാങ്ങൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. രോഗി സുഖമായി ഉറങ്ങും. വിറയലോ സ്ഥലകാല ബോധമില്ലായ്മയോ ഒന്നും വരില്ല. ഇതിനോടൊപ്പം ഈ മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ശരീരത്തിൽ ആവശ്യമായ ജീവകങ്ങളുടെ അളവ് കുറവായിരിക്കും. പ്രത്യേകിച്ച് തലച്ചോറിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ B1 എന്ന് പറഞ്ഞൊരു ജീവകമുണ്ട്. ഇതിൻ്റെ അളവ് പൊതുവെ അവരുടെ ശരീരത്തിൽ കുറവായിരിക്കും. അപ്പോൾ ഈ വൈറ്റമിൻ B1ൻ്റെ സപ്ലിമെൻറ്റുകൾ ഈ ചികിത്സയോടൊപ്പം കൊടുക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കൂ. ഇതോടൊപ്പം ഈ മദ്യത്തിൻ്റെ ഉപയോഗത്തെ തുടർന്നുള്ള ശാരീരിക ലക്ഷണങ്ങൾ, അത് കുടലിലെ വ്രണമായിരിക്കാം, അൾസറായിരിക്കാം, ഛർദിലായിരിക്കാം, കരൾ രോഗങ്ങളായിരിക്കാം, ഇവയുടെ ചികിത്സയും ഇതോടൊപ്പം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഒരു 7 ദിവസം മുതൽ 10 ദിവസം വരെ ഡീറ്റോക്സിഫിക്കേഷൻ ഫേസ് എന്ന് പറയും. അതായത് ഈ മദ്യം മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ തകരാറുകളെ ചികിത്സയിലൂടെ ഭേദപ്പെടുത്തുക എന്നുള്ളതാണ്. ഏകദേശം 7 മുതൽ 10 ദിവസം വരെ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ പിൻവാങ്ങൽ ലക്ഷണങ്ങളെല്ലാം മാറി രോഗി ഏകദേശം ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും. ഇനിയാണ് രണ്ടാമത്തെ ഘട്ടം. ചികിത്സയുടെ രണ്ടാമത്തെ ഘട്ടം
പലപ്പോഴും ഈ മദ്യത്തിൽ നിന്നും മോചനം നേടിയൊരു വ്യക്തി പിന്നീട് അതേ സമൂഹത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. സ്ഥിരം മദ്യപിക്കുന്ന കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ സഹപ്രവർത്തകരോടൊപ്പമാണ് അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോകേണ്ടത്. കല്യാണങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കൊക്കെ ചെല്ലുമ്പോൾ പലരും മദ്യപിക്കുന്നത് ഇദ്ദേഹം കാണാൻ പോവുകയാണ്. പ്രലോഭനമുണ്ടാകും വീണ്ടും മദ്യത്തിലേക്ക് പോകാൻ. അപ്പോൾ മദ്യം നിർത്തിയ ഒരാൾ വീണ്ടും മദ്യപാനശീലത്തിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റാണ് രണ്ടാം ഘട്ടം. ഈ ചികിത്സ 6 മാസം മുതൽ 9 മാസം വരെ നീണ്ടു നിൽക്കും. ഇതിൽ 2 രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഒന്ന്, മദ്യത്തോടുള്ള ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളുണ്ട്. അപ്പോൾ ഇത്തരം മരുന്നുകളെ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ചില മരുന്നുകൾ ഉപയോഗിച്ചാൽ അതിനുശേഷം മദ്യപിക്കുമ്പോൾ രോഗി ഛർദ്ദിക്കുന്നതായിട്ട് കാണുന്നു. ഡൈസൾഫുറാം പോലെയുള്ള മരുന്നുകൾ. അത്തരം മരുന്നുകൾ രോഗിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇനി നിങ്ങൾ മദ്യപിച്ചാൽ നിങ്ങൾ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെ കൊടുക്കേണ്ട ഒരു മരുന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം മരുന്നുകൾ ആസക്തി വിരുദ്ധ ഔഷധങ്ങൾ, ആൻറ്റി ക്രേവിംഗ് മെഡിസിൻസ് എന്ന് പറയും. ഈ മരുന്നുകൾ കഴിച്ചിട്ട് മദ്യപിച്ചതുകൊണ്ട് ഛർദ്ദിക്കാനൊന്നും പോകുന്നില്ല, ആരോഗ്യത്തിന് പ്രശ്നവും വരില്ല. പക്ഷേ 6 മാസമെങ്കിലും ഈ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കണം. 6 മാസം തുടർച്ചയായി മുടങ്ങാതെ ഈ മരുന്നുകൾ കഴിച്ചാൽ മദ്യാസക്തി കുറഞ്ഞു വരും, മദ്യത്തോടുള്ള താല്പര്യം കുറയും, മദ്യം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആഹ്ലാദ അനുഭൂതികൾ ഇല്ലാതെയാവും. അങ്ങനെ രോഗി മദ്യത്തെ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഏത് ചികിത്സയാണ് വേണ്ടതെന്നുള്ള തീരുമാനിച്ച് അത് നൽകുക. ഇതോടൊപ്പം മനഃശാസ്ത്ര ചികിത്സകളും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ സർക്കാർ സംവിധാനങ്ങളിലുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ ലഭ്യമാണ്. ആ മേഖലയിലുള്ള ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സന്ദർശിച്ച് ചികിത്സയെടുത്താൽ നല്ല ഫലപ്രദമായിട്ട് മദ്യാസക്തരെ ഇതിൽ നിന്ന് മോചിപ്പിക്കും. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോടൊപ്പം ചെലവഴിച്ചതിനും അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മദ്യാസക്തിയും അതിനുള്ള ചികിത്സ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസം.